സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശി നിയ ഫൈസലാണ് മരിച്ചത്. 3 ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേൽക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ 3 കുട്ടികളാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. വിദഗ്ധ ചികിത്സയും പ്രാർത്ഥനകളും ഫലം കണ്ടില്ല. ഇന്ന് പുലർച്ചെ നിയ മരണത്തിന് കീഴടങ്ങി. ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു 3 ദിവസമായി 7 വയസ്സുകാരി. വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന എല്ലാ സഹായം ചെയ്തെങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഭർത്ത ഓടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു പതുക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാന് ഇപ്പതാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. നിയയുടെ മൃതദേഹം പുനലൂർ ആലഞ്ചേരി ജമാഅത്ത് പള്ളിയിൽ സംസ്കരിച്ചു. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയായിരുന്നു കബറടക്കം. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ കഴിഞ്ഞ മാസം 8-നാണ് നിയയെ നായ കടിച്ചത്. വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച് വാക്സിൻ എടുത്ത കുട്ടിക്ക് 2ാമത്തെയും 3ാമത്തെയും ഡോസും നൽകിയിരുന്നു. 29-ാം തീയതി കുട്ടിക്ക് പനി ബാധിച്ചതോടെയാണ് ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് SAT ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. നിയയുടെ മരണത്തോടെ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ച കുട്ടികളുടെ എണ്ണം 3ആയി. ഏപ്രിൽ 9-ന് പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി, ഏപ്രിൽ 30-ന് മലപ്പുറം കാക്കത്തളം സ്വദേശി സിയ ഹാരിസ് എന്നിവരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിരോധ വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങും മുൻപ് വൈറസ് വ്യാപനമുണ്ടായതാണ് വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിക്കാൻ കാരണമെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറയുന്നത്. വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമാണെന്നും ആരോഗ്യ വിദഗ്ധർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കടിയേറ്റ ഭാഗവും മുറിവിന്റെ ആഴവും പ്രധാനമാണ്. കൃത്യമായി വാക്സിൻ എടുത്തിട്ടും തുടർ ചികിത്സ ലഭിച്ചിട്ടും എന്തുകൊണ്ട് പേവിഷബാധയേറ്റു എന്ന സംശയമാണ് നിയ ഫൈസലിന്റെ മരണത്തിലുണ്ടാകുന്നത്. വാക്സിൻ ഫലപ്രദമല്ലെന്ന ആശങ്കകളും ചില കോണുകളിൽ നിന്ന് ഉയരുന്നു. എന്നാൽ ഇത്തരം ആശങ്കകൾ അനാവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ നിയയുടെ മുറിവിന്റെ ആഴം വലുതായിരുന്നു. ഞരമ്പുകൾ ഏറെയുള്ള ഭാഗത്ത് കടിയേറ്റതും പ്രശ്നമായി. ഇത്തരം ഘട്ടങ്ങളിൽ വാക്സിന്റെ ഫലപ്രാപ്തിക്ക് പരിമിതി ഉണ്ടാകും. എന്നാൽ വാക്സിൻ എടുത്തില്ലെങ്കിൽ അപകട സാധ്യത 100%ആണെന്നും ഡോക്ടർമാർ പറയുന്നു. ഇതില് വാക്സിൻ കൊടുക്കുമ്പോൾ അത് ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഈ 4 ഡോസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ആഴത്തിൽ കടിക്കുമ്പോൾ നെർവ് വഴി എത്രയും പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തന്നെ നമ്മുടെ ഒരു ഉദ്ദേശം 0.5 സെന്റിമീറ്റർ ടു 1 സെന്റിമീറ്റർ 1 ഇഞ്ച് ഇതാണ് 100 മില്ലിമീറ്റർ ആണ് ഇതിന്റെ പെർ ഡേ പ്രോഗ്രഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വാക്സിൻ എടുക്കാതെ ഇരുന്നാൽ 100% ആണ്. ശരാശരി 3 ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് പ്രതിവർഷം പട്ടികടിയേൽക്കുന്നത്. ഇതിൽ വാക്സിൻ എടുത്തിട്ടും വിഷബാധയുണ്ടാകുന്നത് അപൂർവമാണ്. അരയ്ക്ക് മുകളിലേൽക്കുന്ന കടികളാണ് പലപ്പോഴും അപകടകരമാകുന്നത്. ഇത് വൈറസ് വ്യാപനം വേഗത്തിലാക്കും. നമ്മൾ ഇപ്പോഴും ഒരു 85 to 90% ആൾക്കാര് വാക്സിൻ എടുക്കാതെ മരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. കടി കിട്ടുന്നു. പിന്നെ ഇവിടെ റേബീസ് ആയിട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് 3-4 മാസം മുന്നേ കിട്ടി, അല്ലെങ്കിൽ 1 മാസം മുമ്പ് കിട്ടിയെന്നൊക്കെ അറിയുന്നത്. വാക്സിൻ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയാൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി തൃശൂർ പൂര വാർത്തകളാണ്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. ഇതോടെ പൂര വിളംബരമായി. നാട് പൂരാവേശത്തിലേക്ക് കടന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എറണാകുളം ശിവകുമാറാണ് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നത്. പൂരത്തിലെ ആദ്യ ചടങ്ങ് പൂര വിളംബരത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെയാണ് തൃശൂർ പൂരം. കൂടുതൽ വിവരങ്ങളുമായി
വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്തൊക്കെയായിരുന്നു പൂര വിളംബരത്തിന്റെ ചടങ്ങുകൾ? എത്രമാത്രം ആവേശമാണ് ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്? മഞ്ജുഷ, ഇന്നാണോ പൂരമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവിടുത്തെ ജനാരവം ഉണ്ടായിരുന്നത്. വലിയ ആവേശത്തിലേക്ക് ആദ്യ ദിവസത്തെ പൂര വിളംബരം തന്നെ മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രാവിലെ ഏതാണ്ട് 8 മണിയോടെ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എറണാകുളം ശിവകുമാർ കോലമേന്തി തിടമ്പേറ്റി ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക്, വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് 8 കിലോമീറ്ററോളം എഴുന്നള്ളത്തായി എത്തി. തുടർന്ന് പടിഞ്ഞാറ നടയിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കയറി അവിടെ ചടങ്ങുകൾ പൂർത്തിയാക്കി വടക്കുംനാഥനെ വണങ്ങിയ ശേഷമാണ് തെക്കേ ഗോപുര നടവഴി അത് ആ നട തുറന്നുകൊണ്ട് ശിവകുമാർ പുറത്തേക്ക് ഇറങ്ങിയത്. അതാണ് ഏതാണ്ട് രാവിലെ ഒരു 7 മണി മുതൽ കാത്തുനിന്ന വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സാധാരണഗതിയിൽ കാണുന്നതിനപ്പുറത്തേക്ക്, സാധാരണ കുടമാറ്റ സമയത്തൊക്കെ കാണുന്നതാണ് ഏറ്റവും വലിയ ജനക്കൂട്ടമെങ്കിൽ ഇന്ന് അതിനൊക്കെ മുൻപ് ഈ തലേദിവസം തന്നെ, പൂരത്തിന്റെ തലേദിവസം തന്നെ ഒരു പൂരം ആയി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളോടെയായിരുന്നു ഇന്നത്തെ ചടങ്ങുകൾ ഉള്ളത്. ഇപ്പോൾ വൈകാതെ വീണ്ടും പടിഞ്ഞാറെ നടയിലേക്ക് ഈ നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത് എത്തിച്ചേരും. അവിടെയാണ് പിന്നീടുള്ള ചടങ്ങുകൾ. ഈ നിലപാട് നടയിൽ നിന്നുകൊണ്ട് ശംഖൂതി ഈ പൂരത്തിന്റെ വിളംബരം നടത്തുന്നതോടുകൂടി ആ ചടങ്ങുകൾ പൂർത്തിയാകും. ഇനി നാളത്തേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആനകളുടെ വൈദ്യപരിശോധനയും മറ്റും ഉണ്ട്. എന്തായാലും തൃശ്ശൂർ ഏതാണ്ട് പൂർണ്ണമായും പൂരാവേശത്തിലേക്ക് മാറിയ കാഴ്ചയാണ്. എല്ലാം ഭംഗിയായി നടക്കുന്നു, എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. സർക്കാരിനെ കേന്ദ്രീകരിച്ച മന്ത്രിമാർ കൂടുതലായി ക്യാമ്പ് ചെയ്ത് ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അവർ തുറന്നു പറയുന്നത് ഇത്തവണ പൂരം അങ്ങനെ കൈവിടാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും സാധാരണഗതിയിലൊക്കെ ജനപ്രതിനിധികൾ ഇടപെട്ടാണ് പല പ്രശ്നങ്ങളും പോലീസുമായൊക്കെ ഉണ്ടാകുന്നത്, പരിഹരിക്കുന്നത്. ഇത്തവണ അതിനുവേണ്ടി മന്ത്രിമാർ തന്നെയുണ്ട്. മന്ത്രി കെ രാജനും ആർ ബിന്ദുവുമൊക്കെ ഇവിടെ തമ്പടിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അങ്ങനെ പൂരം അതിന്റെ എല്ലാ പകിട്ടോടെയും ആരവത്തോടുകൂടിയും തുടങ്ങിയിരിക്കുന്നു. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്ന്. പൂരം സുരക്ഷിതമായി എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ഇത്തവണ പ്രത്യേക ചുമതലക്കാരുണ്ട്. സ്വരാജ് റൗണ്ടിൽ നിന്ന് തന്നെ വെടിക്കെട്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. നെയ്തലക്കാവ് ഭഗവതി എറണാകുളം ശിവകുമാറിന്റെ പുറത്ത് തിടമ്പേറ്റി അവിടെ എത്തിച്ചേരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ പൂരം ഇനിയുള്ള മണിക്കൂറുകൾ മുഴുവൻ തൃശ്ശൂരിന്റെ ശ്വാസഗതികളെ പോലും നിയന്ത്രിക്കുന്ന ഒരു താളമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. സാമ്പിൾ വെടിക്കെട്ടിനേക്കാൾ ഗംഭീരമാകും യഥാർത്ഥ വെടിക്കെട്ട് എന്നുള്ള പൊതുധാരണയുണ്ടായി. ആ വിധത്തിൽ ഗംഭീരമായിട്ടുള്ള പൂര തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. സുരക്ഷ കുറെ കൂടി നമ്മൾ കഴിഞ്ഞ തവണത്തേക്കാളും കുറെ കൂടി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നല്ല സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ആ സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമല്ല, നല്ല തയ്യാറെടുപ്പുള്ള ആളുകൾ തന്നെയാണ് പൂരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. എഴുന്നള്ളിപ്പിനും മാത്രമല്ല, മേളത്തിന് മാത്രമല്ല, നിയന്ത്രണത്തിലും പ്രമാണിമാരാണ്. ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു. തവണ അതൊന്നും ഉണ്ടാകില്ല. സംശയം വെടിക്കെട്ട് കാണാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു തടസ്സവുമില്ല. 10-20,000 ആളുകൾക്ക് പുതിയതായിട്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലത്തിന് ശേഷം ആദ്യമായിട്ട് നേരിട്ട് അവിടെ ആളുകൾക്ക് റോട്ടിലിറങ്ങി നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാലമായിട്ട് ഈ കാലം മാറും. എന്താണെങ്കിലും ഇത്തവണ മുന്നൊരുക്കങ്ങളൊക്കെ ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുരക്ഷിതമായി പൂരം ആസ്വദിച്ച് മടങ്ങാനാവുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. സി വി അനുമോദ് കൂടി ചേരുകയാണ്. അനുമോദ്, പൂര വിളംബരം കഴിഞ്ഞു. ഇനി നാളത്തെ ഘടകപൂരങ്ങളുടെ വരവിനായുള്ള കാത്തിരിപ്പാണല്ലോ. കണിമംഗലം ശാസ്താവിന്റെ വരവ് നാളെ രാവിലെ തുടങ്ങും. പിന്നീട് ഘടകപൂരങ്ങൾ പാറമേക്കാവിന്റെ കൂട്ടിയെഴുന്നള്ളത്ത്, തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, പിന്നീട് പാറമേക്കാവിന്റെ തന്നെ ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, ഇവയെല്ലാം ഇനി വരാനിരിക്കുകയാണല്ലോ. എത്രമാത്രം ആവേശമുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ? നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ചടങ്ങിലേക്ക് കൂടി കിടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം എറണാകുളം ശിവകുമാർ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി പടിഞ്ഞാറൻ നടയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. പൂരവിളംബരത്തിന്റെ പ്രധാനപ്പെട്ട അവസാനത്തെ ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടക്കും. നിലപാട് തറയിലെത്തി ശംഖനാദം മുഴക്കുന്നതോടെയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയാവുന്നത്. നമ്മളിപ്പോൾ നെയ്തലക്കാവമ്മ പടിഞ്ഞാറെ നടയിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ തെക്കേ നട തുറന്ന് പൂരത്തിന്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങ് കഴിച്ചു. ഇനി പൂരവിളംബരം പൂർത്തിയാക്കുകയാണ്. അത് ഇപ്പോൾ നിലപാട് തറയിലേക്ക്
എറണാകുളം ശിവകുമാറിന്റെ മേടേറി നെയ്തലക്കാവമ്മ എഴുന്നള്ളുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി നിലപാട് തറയിലെത്തി ശംഖനാദം മുഴക്കുന്നതോടെ പൂരവിളംബരം പൂർത്തിയാകുന്നു. അതോടെ പൂരത്തിന് തുടക്കമാകുന്നു. ഇനി നാളെ രാവിലെ മുതലാണ് ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്. ഘടകപൂരങ്ങളുടെ വരവോടെ പൂരത്തിന്റെ ഘടകപൂരങ്ങളുടെ വരവിന് തുടക്കമാകുന്നു. കണിമംഗലം ശാസ്താവ് പുലർച്ചെ 6 മണിക്ക് മുമ്പ് തന്നെ കണി കണ്ടുകൊണ്ടിരുന്നത് പൂരം കണി കാണുന്നത് കണിമംഗലം ശാസ്താവിനെ എന്നാണ് പറയുക. വെയിലുദിക്കും മുൻപ് കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ സന്നിധിയിലെത്തി വടക്കുന്നാഥിനെ വണങ്ങുന്നതോടെ ആ പൂരത്തിന്റെ ചെറുപൂരങ്ങളുടെ വരവിന് തുടക്കമാകുന്നു. തുടർന്ന് മറ്റ് ഘടകപൂരങ്ങളെത്തും. ഏറ്റവും അവസാനം നാളെ നെയ്തലക്കാവമ്മ കൂടി വന്ന് മടങ്ങുന്നതോടെ ഘടകപൂരങ്ങൾക്ക് ഉച്ചയോടെ ഘടകപൂരങ്ങൾ വരവിന് ശേഷം മറ്റു ചടങ്ങുകൾക്ക് ഇലഞ്ഞിത്തറ മേളത്തിനും മടത്തിൽ വരവിനൊക്കെ തുടക്കമാവുകയാണ്. എന്താണെങ്കിലും പൂരത്തിന്റെ ഒരു ആവേശത്തിലേക്ക് തൃശ്ശൂർ കടന്നിരിക്കുന്നു. ഇപ്പോഴിതാ നിലപാട് തറയിലേക്ക് നെയ്തലക്കാവമ്മ എഴുന്നള്ളുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോ ചടങ്ങിനും ഓരോ സവിശേഷതയുണ്ട്, ഓരോ ചരിത്രമുണ്ട്. നമുക്കറിയാം 220 വർഷങ്ങൾക്ക് മുമ്പ് ചക്കൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയ നിഷ്കർഷിച്ച ചടങ്ങുകൾ അതേ രീതിയിൽ ഇപ്പോഴും അനുവർത്തിക്കുകയാണ്. ഇവിടെ ഒരു മാറ്റവും ഇതിൽ വരുത്താൻ സാധിക്കുകയില്ല. ഓരോ ഘടകപൂരങ്ങൾക്കും ഓരോ ചടങ്ങുകൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ആനകളുടെ എണ്ണത്തിനും വാദ്യത്തിനും ഒക്കെ ഓരോ ചട്ടങ്ങളുണ്ട്. ആ രീതിയിൽ മാത്രമേ എത്ര കാലം കഴിഞ്ഞാലും ഇവയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ നടത്താൻ കഴിയൂ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന്റെ സമാപനത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇതാ നിലപാട് തറയിലേക്ക് നെയ്തലക്കാവമ്മ എഴുന്നള്ളുന്നു. നിലപാട് തറയിലെത്തി ശംഖനാദം മുഴക്കുന്നതോടെ പൂരവിളംബരം ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. മഞ്ജുഷ്. ശരി, CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പൂരം വിളംബരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. ജമ്മു കശ്മീരിലെ ജയിലുകൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗർ, ജമ്മു സെൻട്രൽ ജയിലുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പൂഞ്ചിലെ സുരാൻകോട്ടിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത സൈന്യം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിയാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായും തടഞ്ഞു. പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കം ശക്തമാക്കുകയാണ് ഇന്ത്യ. പ്രശ്നപരിഹാരത്തിന് റഷ്യ ഇടപെടണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ശ്രീനഗർ സെൻട്രൽ ജയിലിനും ജമ്മുവിലെ കോട്ട് ബൽവാൾ സെൻട്രൽ ജയിലിനും നേരെ ആക്രമണ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. 2 സെൻട്രൽ ജയിലുകളിലും നിരവധി ഭീകരരും ഭീകരരെ സഹായിച്ചവരും തടവിൽ കഴിയുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് കോട്ട് ബൽവാൾ ജയിലിൽ കഴിയുന്ന നിസാർ അഹമ്മദ്, മുഷ്താഖ് ഹുസൈൻ എന്നിവരെ NIA കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. CISF DG ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സുരക്ഷ വിലയിരുത്തി. അതിനിടെ പൂഞ്ച് ജില്ലയിലെ സുരാൻകോട്ടിൽ ഭീകരത്താവളം സുരക്ഷാ സേന തകർത്തു. സ്ഫോടക വസ്തുക്കളും വയർലെസ് സെറ്റുകളും പിടിച്ചെടുത്തു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യ കൂടുതൽ നടപടികൾ തുടരുകയാണ്. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായി തടയാനാണ് തീരുമാനം. ഇന്നലെ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചിരുന്നു. നദികളിലെ ജലം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാൻ പദ്ധതി തയ്യാറാക്കും. സാഹചര്യം പരിശോധിക്കാൻ എഞ്ചിനീയർമാരടക്കം 50 പേരടങ്ങുന്ന സംഘം കശ്മീരിലേക്ക് തിരിക്കും. അതിനിടെ പ്രശ്നപരിഹാരത്തിന് റഷ്യയുടെ പിന്തുണ തേടുകയാണ് പാകിസ്ഥാൻ. റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി പാക് വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി. മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രതികരിച്ചു. താഷ്കന്റ് കരാറിന് സമാനമായ ഇടപെടൽ വേണമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡർ ആവശ്യപ്പെട്ടു. ഒരു വശത്ത് ചർച്ച ആവശ്യപ്പെടുമ്പോഴും നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് 8 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. സംഘർഷം തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യം നേരിടാൻ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ കരസേന മോക്ക് ഡ്രിൽ നടത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസ് നേതാവ് അജയ് റായിയുടെ പ്രസ്താവനയിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. റഫേൽ എന്നെഴുതിയ കളിക്കോപ്പിൽ നാരങ്ങ കെട്ടിത്തൂക്കിയിരിക്കുന്നു എന്നുള്ള പരിഹാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായ്. കോൺഗ്രസ് സ്വയം പരിഹസിക്കപ്പെടുകയാണെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. റഫേൽ യുദ്ധവിമാനങ്ങൾ വരെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആക്രമണത്തിന് മടിക്കുന്നതെന്നാണ് താൻ ചോദിക്കുന്നതെന്ന് ഇന്ന് അജയ് റായ് വിശദീകരിച്ചു. വെള്ളം കുറയ്ക്കുന്നത് പോലെയുള്ള പൊടിക്കൈയല്ല, പെഹൽഗാമിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരിച്ചടിയാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. അതിനി താമസിക്കരുതെന്നും അജയ് റായ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷത്തിന്റെ സാഹചര്യം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി ചർച്ച ചെയ്യും. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പാകിസ്ഥാൻ സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന ആശങ്കയ്ക്കിടെ പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ദേശീയ അസംബ്ലിയുടെ അടിയന്തര സമ്മേളനം വിളിച്ചു. വൈകിട്ട് 5 മണിക്കാണ് സമ്മേളനം ചേരുന്നത്.
വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ ഇന്ന് ഇടക്കാല വിധിക്ക് സാധ്യത. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് 2 മണിക്ക് ഹർജി പരിഗണിക്കും. വഖഫ് നിയമം ചോദ്യം ചെയ്ത് വിവിധ കക്ഷികൾ നൽകിയ ഹർജിയിൽ പ്രസ്തുത നിയമത്തിലെ 2 വ്യവസ്ഥകൾ താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ 3 ആഴ്ചകൾക്ക് ശേഷമാണ് വിഷയം വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. നേതൃമാറ്റത്തെക്കുറിച്ചുള്ള അനിശ്ചിതങ്ങൾക്കിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരിൽ കണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുമെന്നാണ് സൂചന. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളിൽ ദേശീയ നേതൃത്വം ഇപ്പോഴും മൗനം തുടരുകയാണ്. വിഷയത്തിൽ കടും ചായയും കുടിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോളൂ എന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള കെ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, കെ സുധാകരൻ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണല്ലോ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരില്ല എന്ന്. പക്ഷേ അതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണോ? ഏത് നിമിഷവും ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള അഭ്യൂഹം പോലും പരക്കുകയാണല്ലോ. തനിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ ബോധപൂർവമായ ഒരു കേന്ദ്രം പ്രവർത്തിക്കുകയാണ് എന്നാണ് കെ സുധാകരന്റെ നിലപാട്. ആ കേന്ദ്രത്തിൽ നിന്നാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ മാറ്റും എന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന വിമർശനമാണ് സുധാകരൻ മുമ്പോട്ട് വെക്കുന്നത്. ഇക്കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അടക്കം അദ്ദേഹം അറിയിച്ചതായാണ് വിവരം. കടുത്ത അതൃപ്തിയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനാരോഗ്യം അയോഗ്യതയാക്കി തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെങ്കിൽ അതേ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ MP സ്ഥാനവും കണ്ണൂർ MP സ്ഥാനവും രാജിവെക്കുമെന്ന കടുത്ത നിലപാടിലാണ് കെ സുധാകരൻ. അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മാത്രവുമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിച്ചേക്കാമെന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അവിടെ UDFന് ഇപ്പോഴുള്ള ഒരു മേൽക്കൈ തകർക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് സംസ്ഥാനത്തു നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും ഫോണിൽ ബന്ധപ്പെട്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പെട്ടെന്നൊരു നേതൃമാറ്റം ഉണ്ടായാൽ അത് സംസ്ഥാന കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്ന കാര്യവും അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സംസ്ഥാനത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവധാനതയോടെ ഹൈക്കമാൻഡ് നേതൃത്വം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തിടുക്കത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ ഇടയില്ല എന്ന കൃത്യമായ വിലയിരുത്തലിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും. എന്തായാലും ആത്മവിശ്വാസം വിടാതെ പൂർവാധികം ആത്മവിശ്വാസത്തോടെയാണ് കെ സുധാകരൻ KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടും പ്രതികരിച്ചത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ എഴുതിയ സംഭവത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിക്ക് വ്യാജ ഹോൾ ടിക്കറ്റ് നൽകിയ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ മറന്നുപോയതിനാലാണ് വ്യാജ ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കിയതെന്ന് ഗ്രീഷ്മ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇന്നലെയാണ് വ്യാജ ഹാൾ ടിക്കറ്റുമായി പത്തനംതിട്ട തൈക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാറശാല സ്വദേശിയായ വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്കെത്തിയത്. ഹോൾ ടിക്കറ്റിലെ പൊരുത്തക്കേടുകൾ ശ്രദ്ധയപ്പെട്ടതോടെ പരീക്ഷാ സെന്റർ കോർഡിനേറ്റർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസിലെത്തി വിദ്യാർത്ഥിയെയും അമ്മയും ചോദ്യം ചെയ്തതോടെയാണ് വ്യാജ ഹാൾ ടിക്കറ്റിന് പിന്നിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയാണെന്ന സൂചന ലഭിക്കുന്നത്. തുടർന്ന് നെയ്യാറ്റിൻകരയിലെത്തിയ അന്വേഷണ സംഘം അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെ വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: നെയ്യാറ്റിൻകരയിലെ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയെ ഗ്രീഷ്മയും പരീക്ഷ എഴുതാനെത്തിയ കുട്ടിയുടെ അമ്മയും പരിചയക്കാരാണ്. അങ്ങനെയാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള 1800 രൂപ ഗ്രീഷ്മയ്ക്ക് കൈമാറിയത്. എന്നാൽ സമയബന്ധമായി ഫീസടയ്ക്കാൻ ജീവനക്കാരിക്ക് കഴിഞ്ഞില്ല. വിവരം പുറത്തറിയാതിരിക്കാൻ ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയിൽ വ്യാജരേഖ ചമയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് പത്തനംതിട്ടയിൽ പരീക്ഷ എഴുതാൻ കുട്ടി പോകില്ലെന്ന വിശ്വാസത്തിൽ പത്തനംതിട്ടയിലെ തന്നെ ഒരു പരീക്ഷാ സെന്ററിന്റെ സൈറ്റിൽ തിരഞ്ഞ് വ്യാജമായ രേഖ ചമച്ചു. പിന്നീട് ഈ സെന്ററിൽ തന്നെ പരീക്ഷ എഴുതേണ്ട പൂവാർ സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ രേഖകൾ ശേഖരിച്ചു. ഇവ രണ്ടും ഉൾപ്പെടുത്തിയാണ് വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയത്. ഈ ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ സെന്ററിലെത്തി പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു കൃത്രിമം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വിദ്യാർത്ഥിയെ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിലെത്തി പോലീസ് പരിശോധന നടത്തി. രേഖ ചമയ്ക്കാൻ ഉപയോഗിച്ച ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട.
മോഹൻലാൽ സിനിമ തുടരും ചോർന്നു. ടൂറിസ്റ്റ് ബസ്സിൽ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാഗമൺ യാത്രയ്ക്കിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട ബസ്സിലെ ദൃശ്യങ്ങൾ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരാണ് ചിത്രീകരിച്ചത്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവായ എം രഞ്ജിത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. മലപ്പുറത്തു നിന്ന് വാഗമണ്ണിലേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന തുടരും ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചത്. ഇതുവഴി യാത്ര ചെയ്തിരുന്ന മറ്റൊരു വാഹനത്തിലുള്ളവർ ദൃശ്യങ്ങൾ പകർത്തി നടനും സഹസംവിധായകനുമായ ബിനു പപ്പുവിന് അയച്ചുകൊടുത്തു. ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. കൊല്ലം രജിസ്ട്രേഷനിലുള്ള KL02 AE 3344 എന്ന ടൂറിസ്റ്റ് ബസ്സിലാണ് വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചത്. വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബിനുവാണ് എനിക്കിത് അയച്ചു തന്നത്. ഇത് അയച്ചു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഈ സിനിമ ഇറങ്ങിയിട്ട് 11 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 11 ദിവസം ഇന്നലെ 10ാം ദിവസമാണ്. ഈ 10ാം ദിവസം ഇതൊരു പബ്ലിക്കായി ഒരു ബസ്സിനകത്ത് ഇട്ട് ഇത്രയും ആളുകളെ കാണിച്ചുകൊണ്ട് പരസ്യമായി നമ്മുടെ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നമ്മളിത് ഒരു സിനിമ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അത്തരം സിനിമകൾ ഇത്ര ദിവസം കൊണ്ട് ഇത് കാണുക, ഇത് അല്ലെങ്കിൽ പൈറേറ്റഡ് ആയിട്ടുള്ള കാണുക എന്ന് പറയുന്നത് ഒരു വ്യവസായം നശിക്കുന്നതിന് തുല്യമല്ലേ? ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രം തുടരും 6ാം ദിവസം തന്നെ 100 കോടി ക്ലബിലെത്തിയിരുന്നു. റിലീസ് ചെയ്ത 10ാം ദിവസമാണ് തുടരും ചിത്രത്തിന്റെ വ്യാജൻ പുറത്തു വന്നത്. എന്നാൽ ചിത്രം എങ്ങനെയാണ് ചോർന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇതിനു മുൻപ് എമ്പുരാൻ, മാർക്കോ, ARM എന്നീ മലയാള ചിത്രങ്ങളുടെയും വ്യാജ പതിപ്പ് ഇന്റർനെറ്റ് വഴി പുറത്തു വന്നിരുന്നു. അതേസമയം തുടരും എന്ന ചിത്രം ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ചോർന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരാത്തത് വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പ്രമുഖ നടനെതിരെ നടത്തിയ പരാമർശത്തിൽ വിശദീകരണവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. ഒരു താരത്തിനെതിരെയും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെയെന്നാണ് നിർമ്മാതാവ് പറയുന്നത്. ആ നടൻ നിവിൻ പോളിയാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും സാന്ദ്ര തോമസിന് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ അസൂയ കാരണമാണ് ഇത്തരത്തിൽ സംഘടനയിലെ ഓരോരുത്തരെ ആക്രമിക്കുന്നതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ പരാമർശം വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. അതേസമയം ആ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമ്പോൾ തന്നെ സൈബർ ഇടത്തിൽ താൻ സമാനതകളില്ലാത്ത ആക്രമണത്തിനാണ് ഇരയായതെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ചൂണ്ടിക്കാണിക്കുന്നത്. താൻ ഒരു നടനെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഒരു നടനെയും പറ്റിയും പരാമർശിച്ചിട്ടില്ല. അതേസമയം നിവിൻ പോളിയെക്കുറിച്ച് എന്ന് താൻ ഒരിടത്തും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നത്. ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സിനിമയിൽ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇല്ല. കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അവർക്കൊരു ഫാൻ ബേസ് ഇല്ല. ഒരു നല്ല ടീമിനെ കണ്ടെത്തി ഇവരെയൊക്കെ വലിയ സ്റ്റാർ ആക്കി മാറ്റാനായിട്ട് ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ്, ആർമി അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നത്. നമ്മൾ പൈസ മുടക്കി സിനിമ എടുത്തു കഴിയുമ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ല എങ്കിൽ, നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ റോഡ് ലെവലിലായിരിക്കും. ഞാൻ നടത്തിയ പ്രചരണമാണെങ്കിൽ എന്നോട് ചോദിക്കുക. മാത്രമല്ല നിവിൻ പോളിയുടെ ഫാൻസ് അസോസിയേഷൻ എന്ന പേരിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന് നടത്തുന്ന ആക്രമണം ഏത് തരത്തിലാണ് എന്ന് നോക്കൂ എന്നും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും താരങ്ങളാക്കുന്നത് നിർമ്മാതാക്കളാണ്. ഈ താരങ്ങൾക്കെതിരെ പിന്നീട് നിർമ്മാതാക്കൾക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നതും അഭിപ്രായം പറയാനുള്ള അവകാശമില്ല എന്ന് പറയുന്നതും ശരിയായ രീതിയല്ല. അതേസമയം സാന്ദ്ര തോമസിനുള്ള മറുപടി, സാന്ദ്ര പറഞ്ഞിട്ടുള്ള ഒറ്റുകൊടുക്കൽ തന്റെ രീതിയല്ല. മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണോ? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത്? 21 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവിടെ ഒരുമിച്ചെടുക്കുന്ന ഡിസിഷനാണ്. ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് 14 പേർക്കെതിരെ കേസ് കൊടുത്തു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയ്ക്ക് പൈസ എടുത്തു. നമ്മളൊക്കെ പലിശയ്ക്ക് പൈസ എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഈ സാന്ദ്ര തന്നെ ചെയ്തേക്കുന്ന കാശ് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? കഴിഞ്ഞ 2 ദിവസമായി ഈ വിവാദങ്ങൾ കത്തുന്നതിനിടയിൽ പോലും ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ കാര്യത്തിൽ അത് നിവിൻ പോളിയാണെന്നോ അല്ലെന്നോ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് 2 ദിവസത്തിന് ശേഷം നിവിൻ പോളിയെ പറ്റിയുള്ള പരാമർശത്തിനും അതുപോലെ സാന്ദ്ര തോമസ് നടത്തിയിട്ടുള്ള പരാമർശത്തിനുമെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചത്.
ഇടുക്കിയിലെ സർക്കാരിന്റെ വാർഷിക ആഘോഷ പരിപാടിയിൽ ഇന്ന് റാപ്പർ വേടൻ പാടും. വൈകിട്ട് 7 മണിക്ക് വാഴത്തോപ്പ് സ്കൂൾ മൈതാനത്താണ് ഷോ. സ്ഥലപരിമിതി കാരണം പരമാവധി 8000 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. കൂടുതൽ പേർ എത്തുന്ന സാഹചര്യമുണ്ടായാൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായാണ് വേടന്റെ ഷോ. ഉദ്ഘാടന ദിവസമായി 29-നാണ് വേടന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത്. 28-ന് കഞ്ചാവ് കേസിൽ പിടിയിലായതോടെ പരിപാടി റദ്ദാക്കുകയായിരുന്നു. സമരം കടുപ്പിച്ച് ആശമാർ. സഞ്ചരിക്കുന്ന രാപകൽ സമരയാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തി യാത്ര ജൂൺ 17-ന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ആശമാരുടെ സമരം 84 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുന്നത്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന രാപ്പകൽ യാത്ര 45 ദിവസം നീണ്ടു നിൽക്കും. കാസർഗോഡ് നിന്ന് യാത്രയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന യാത്രയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. നമ്മൾ 85 ദിവസമായി ഇന്ന് തിരുവനന്തപുരത്ത് സമരം ആരംഭിച്ചിട്ട് നമ്മൾ വലിയ പബ്ലിക് സപ്പോർട്ടോടുകൂടിയുള്ള നിരവധിയായ പരിപാടികൾ നടത്തി സർക്കാരിന്റെ മുന്നിൽ പലതരത്തിൽ ഈ വിഷയം കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ആശാവർക്കർമാരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഈ സമരം ന്യായമായി സെറ്റിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണയോടുകൂടിയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വന്ന് സർക്കാരിന്റെ ഈ ജനാധിപത്യ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നിലപാടുകളെ കുറിച്ച് ജനങ്ങളോട് അവതരിപ്പിക്കുക, അവരോടൊപ്പം ചേരുക, അവർ ഞങ്ങളെ സമരത്തോടൊപ്പം ചേരുക, ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള യാത്ര ജൂൺ 17-ന് തിരുവനന്തപുരത്ത് മഹാറാലിയോടെ സമാപിക്കും. ന്യൂസ് 18 കാസർഗോഡ്. ബുണ്ടസ് ലീഗ് കിരീടം ബയേൺ മ്യൂണിക്കിന്. ലീഗിൽ 2ാം സ്ഥാനക്കാരായ ബയർ ലെവർകൂസനും SC ഫ്രൈബർഗുമായുള്ള മത്സരം സമനിലയിലായതോടെയാണ് ബയേൺ കിരീടം ഉറപ്പിച്ചത്. ബയേൺ 33-ാം തവണയാണ് ജർമ്മൻ ജേതാക്കളാകുന്നത്. പരിശീലകൻ എന്ന നിലയിൽ വിൻസെന്റ് കമ്പനിയുടെ ആദ്യ കിരീട നേട്ടമാണ്. സൂപ്പർ താരം ഹാരി കെയ്നിന്റെയും കരിയറിലെ ആദ്യ കിരീടമാണ് ഇത്. IPL-ൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 5ാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് ഇനിയുള്ള ഓരോ മത്സരങ്ങളും നിർണായകമാണ്. 18ാം സീസണിൽ പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിച്ച ഹൈദരാബാദ് സ്വന്തം മൈതാനത്ത് അഭിമാന പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത്. നിലവിൽ 9ാം സ്ഥാനത്താണ് ഹൈദരാബാദ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.